മോളെ ഇങ്ങനെ പോയാൽ ഞാൻ മിക്കവാറും മമ്മി മോളേന്ന് തന്നെ വിളിക്കേണ്ടി വരും. സമ്മതിച്ചല്ലോ സമ്മതിച്ചല്ലോ. എല്ലാ അമ്മമാരുടെ ആഗ്രഹം അത്. ഒന്നുകൂടെ വിളിച്ചേ മോളെ. എന്തോ പോയി പഠിക്കണേ. പഠിക്കാനോ? ഞാനോ? മറ്റന്നാൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോവാ. അതിന്റെ ഒരുക്കത്തിലാ ഞാൻ. ഇവിടെ നിന്നോട് ടൂറിന് പോകണ്ടെന്ന് പറഞ്ഞല്ലേ? അയ്യോ, ഞാൻ പേര് കൊടുത്തുപോയി. ഇനി മാറ്റിയാ നാണക്കേടാ. ആർക്ക്? മമ്മിക്കും ഡാഡിക്കും. പിന്നല്ലാതെ ആർക്ക്? ഒരു 2000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ മമ്മി. കാശ് ഇന്ന് കൊടുക്കണം. സോ സിമ്പിൾ. 2000 രൂപ. എടി, ജോലി ഉണ്ടായിട്ടും ജോലിക്ക് പോകാത്ത ഒരച്ഛൻ, വീട്ടിൽ ചുമ്മാ ചൊറിയും കുത്തിയിരിക്കുന്ന ഒരമ്മ, എവിടുന്ന് എടുത്തു തരാനാടി പൈസ? എടി, ഇത് ഈ സാധനങ്ങൾ കണ്ടോ? ബ്രാൻഡഡ് സാധനങ്ങളാ. ഇവിടെ ഇരുന്നത് ഇടുന്നത് എന്തിനാണെന്ന് അറിയാവോ? പുറത്തിറങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഇടേണ്ട സാധനങ്ങളാ. 4 ആളെ കാണിക്കേണ്ട സുന്ദരമായ മുഖം പുറത്താരും കാണാതെ വീട്ടിനകത്തിരും തുരുമ്പെടുക്കുക. ഇവിടെ പുറത്തിറങ്ങാൻ കാശില്ല. അപ്പോഴാ അവളുടെ ടൂറ്. അപ്പൊ കാശ് തരില്ല? തരില്ല. ഇല്ല ഇല്ല. മലയാളത്തിലല്ലേ പറഞ്ഞേ, എന്നാ ഇംഗ്ലീഷിൽ പറയാം. ഐ വിൽ നോട്ട് ഗിവ് യു മണി. ശരിയല്ലായിരുന്നോ? പിന്നെന്തിനാ ചിരിച്ചേ? എനിക്കൊന്നറിയാൻ പറ്റില്ല. ആ, എന്താടാ നീയും പോകുന്നുണ്ടോ ടൂറിന്? ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് അടുത്ത ജന്മത്തിലോട്ട് മാറ്റി. അയ്യോ, എന്തോ പറ്റി? അടുത്ത ജന്മത്തെങ്കിലും നല്ല കാശുള്ള സ്റ്റാൻഡേർഡ് ആയ ഡാഡിക്കും മമ്മിക്കും ജനിച്ചാൽ മതിയായിരുന്നു. നീക്കേ അടുത്ത ജന്മം വല്ല പട്ടിയും പൂച്ചയായിട്ടായിരിക്കും ജനിക്കാം. അത്രയ്ക്ക് നിഷേധിയല്ലേ? കാശ് തന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. അയ്യോ, ഭീഷണി. നീ എന്താടി എന്നെ കൊല്ലൂ? മമ്മിക്ക് കാര്യം മനസ്സിലായില്ലേ? അവള് മരിക്കുമെന്ന്. ടൂറിന് പോകാൻ കാശ് കൊടുത്തില്ലെങ്കിൽ മരണം, മൊബൈൽ റീചാർജ് ചെയ്യാൻ കാശ് കൊടുത്തില്ലെങ്കിൽ മരണം. ഇതാണ് മമ്മി ന്യൂ ജനറേഷൻ. ഞങ്ങളെ പോലുള്ള ന്യൂ ജനറേഷനോട് കളിക്കല്ലേ. യെസ് ഓർ നോ? എനിക്ക് ഇപ്പൊ അറിയണം. ഓ, ഡാഡി ഒന്ന് വന്നോട്ടെ, അല്ലെങ്കിൽ ഒന്ന് തീരുമാനിക്കാം. കേരളത്തിന്റെ ഖജനാവിനെ കുറിച്ചൊരു പരസ്യം ചെയ്യുവാണെങ്കിലേ അതിലെ നായകനാവേണ്ട ആളാണ് നമ്മുടെ ഡാഡി. ആ പാവം ഡാഡി വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? ഒരു പണിക്കും പോവാതെ നിന്നെയൊക്കെ വളർത്തി ഈ നിലയിൽ എത്തിച്ചില്ലേ? കളിയാക്കണ്ടാട്ടാ. ദേ വന്നു നായകൻ ഡാഡി. എന്റെ മോനോലി, നിന്റെ അർജുനേട്ടൻ പരിപൂർണ ആരോഗ്യവാനാ. നിനക്ക് അക്കാര്യത്തിൽ അഭിമാനിക്കാം. നമ്മുടെ സൗഹൃദയ ക്ലബ്ബ് നടത്തിയ സൗജന്യ രക്തപരിശോധന ക്യാമ്പിൽ പങ്കെടുത്തിട്ട് വരുക. എല്ലാ ടെസ്റ്റും ഒക്കെ എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. മീനാക്ഷിക്ക് ടൂർ പോകാൻ 2000 രൂപ കൊടുക്കുമോ? അത് വീണ്ടും തമ്മിൽ എന്തോ ബന്ധം? പൂർണ്ണ ആരോഗ്യവാൻ. ഈ ആരോഗ്യം കൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗമുണ്ടോ? പോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഉണ്ട്. കൈക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് നല്ലപോലെ ഫുഡ് കഴിക്കും. തോളയിൽ ഇരുന്നോണ്ട് ചെവിയിന്നല്ലേ. മോൾ എന്തിനാ ടൂറിന് പോന്നേ? കാഴ്ചകൾ കാണാൻ. എന്റെ മോളെ, ഈ കാഴ്ചകളെന്ന് പറഞ്ഞാൽ വെറും മിഥ്യയാ, വെറും മായ. മോക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഡാഡി ഫോട്ടോസ് കാണിച്ചു തരാം. നാളെ ടൂറിന് പോകാൻ കാശ് തന്നില്ലെങ്കിൽ എല്ലാവരും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. നോക്കിക്കോ. ഭീഷണിയാ. ചുമ്മാ പേടിപ്പിക്കാം. നല്ല ആരോഗ്യത്തോടെ വന്നായിരുന്നു എല്ലാം നാശിപ്പിക്കും. ആരോഗ്യം അങ്ങനെ പുച്ഛിക്കരുത് മോനവല്ലി. ദേ, അവിടെ രക്തപരിശോധന നടത്തിയാലേ എല്ലാം ഓക്കെ ആയത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് റെയറായി AB നെഗറ്റീവ് അർജുനൻ. അവര് രക്തദാന സേന രൂപീകരിച്ചല്ലേ ഞാനാ ഒന്നാമൻ. സ്വന്തം കൊച്ചിനെ ടൂർ പോകാൻ 2000 രൂപ കൊടുക്കാനില്ലാത്ത ആളാ നാട്ടുകാർക്ക് രക്തം ദാനം ചെയ്യാൻ പോകുന്നത്. രക്തം ദാനം ചെയ്യാൻ പോകുന്നത് ആര്? ചേട്ടൻ. അല്ല, ഈ രക്തദാന സേന എന്ന് പറഞ്ഞാൽ എന്തോ രക്തം ദാനം ചെയ്യുന്നതാണോ? പിന്നെന്ത് വിചാരിച്ചേ? അല്ല, ഞാൻ കരുതി വല്ല ഈ കരസേന നാവികസേന എന്ന് പറയുന്ന പോലെ ഏതാണ്ടാന്ന്. അയ്യോ, എനിക്ക് രക്തം കൊടുക്കുന്ന പേടിയാ മോനോലി. പിന്നെ ഇപ്പോഴെങ്ങനെയാ പോയി കൊടുത്തേ? അല്ല, അത് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 3-4 പേരുടെ കൈക്കും കാലിലും ഒക്കെ കയറി പിടിച്ച് കുത്തിയെടുത്തതാ. അയ്യേ, അപ്പൊ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറഞ്ഞിട്ട്? അത് ചുമ്മാ ഇരിക്കുമ്പോ നല്ല ആരോഗ്യമാ. നിങ്ങളുടെ രക്തത്തിന് വേണ്ടി ഇനി നാട്ടുകാർ മുറവിളി കൂട്ടും. നോക്കിക്കോ, അനുഭവിച്ചോ. ചതിയന്മാര്. എന്തൊരു സ്വാദുള്ള അപ്പം. ഞാനുണ്ടാക്കിയതാ. ഇവിടെ ഒരു അപ്പം ഉണ്ടാക്കുമല്ലോ.
ദൊപ്പം ദോശയല്ല അപ്പവും അല്ല മരവരി പോലെ ഇരിക്കും. അതുകൊണ്ട് ഇത് നോക്ക്, നല്ല സുന്ദരിമാര് പട്ടുപെട്ട മാതിരി അല്ലയോ ഇരിക്കുന്നതെന്ന്. അയ്യോ വേണ്ട. എന്താടാ ഈ ആരോഗ്യം ഒരു പ്രശ്നമാണ്. ആരോഗ്യം ഒരു പ്രശ്നമാണോ? നിനക്ക് ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നമില്ല. നീ എൻ്റെയും കൃഷ്ണമക്കലിൻ്റെ മോനാ. ഞങ്ങളുടെ ആരോഗ്യമൊക്കെ നിനക്കുണ്ട്. നീ വേണമെങ്കിൽ 2 അപ്പം കഴിച്ചോ. അല്ല, ഞാൻ വരുന്ന വഴിക്ക് കഴിച്ചായിരുന്നു. എന്നാ അവിടെ ഇരി, ചുമ്മാ അവിടെ ഇരി. എന്നിട്ട് അവരെന്നെ രക്തദാന സേനയെ ചേർത്തമ്മേ. ഞാൻ ഇനി രക്തം കൊടുക്കേണ്ടി വരുമെന്ന്. നിനക്ക് ജീവിക്കാൻ വേറെ ഒരു വഴിയില്ലയോ എൻ്റെ അർജുന? രക്തം വിറ്റേ ഒക്കത്തുള്ളോ? ഈ അമ്മയുടെ ഒരു കാര്യം ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എന്തുവാ അർജുനേട്ടാ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആണ്? അർജുനന്റെ ഫോൺ ഇവിടെ എന്റെ ഫോണിലാണല്ലോ ആ, എൻ്റെ ഫോണിൽ പിന്നെ രക്തമില്ല, ചാർജ് ഇല്ല. ഹലോ, ആ അർജുന. ആ ആ അതെ അതെ, AB നെഗറ്റീവ്. സഹൃദ ക്ലബിൻ്റെ സെക്രട്ടറിയോ? ആ ആ ആ അല്ല, അപ്പം എന്നാ പിന്നെ ഞാൻ വരാം. ഇത് നമ്മുടെ ഈ സഹൃദ ക്ലബിൻ്റെ സെക്രട്ടറിയാമേ. അയാളുടെ അമ്മാവൻ്റെ മോക്ക് സിസേറിയനാന്ന്. ഞാൻ ബ്ലഡ് കൊടുക്കണമെന്ന്, AB നെഗറ്റീവ്. എൻ്റെ പൊന്നു മോനെ, നീ എന്തിനാണ് ഈ ക്ലബിലൊക്കെ പോയി ചേരാൻ പോയത്? ഗർഭമാക്കിയവർ കൊണ്ട് കൊടുക്കണ്ടടാ ബ്ലഡ്. നീ ഇപ്പൊ എന്തോത്തിനാ പോകുന്നത്? എനിക്ക് സൂചി പേടിയാമ്മേ, സൂചി പേടിയാ. അപ്പൊ തൂമ്പായിട്ടെടുക്ക്. ബെസ്റ്റ് അമ്മയും മോനും. എന്റെ അമ്മ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാലേ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാ. ആഹാ, എന്നാ നീ കൊണ്ടേ കൊടുക്ക്. എന്റെ മോനെ ഞാൻ വിട്ടു കൊടുക്കത്തില്ല. എന്റെ അമ്മ അതിന് എന്റെ ബ്ലഡ് A പോസിറ്റീവ് അല്ലേ? അത് മതി, ഇത് മതി, നീ കൊണ്ടു കൊടു. അതും പോരാത്തന്നെ ഇപ്പൊ ഈ ബ്ലഡ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, വലിയ കന്നാസിനകത്താ, അല്ലാതെ ഗ്ലാസിനകത്തൊന്നും അല്ല. എന്റെ അമ്മ, നീ പോണ്ടടാ ഇമ്മാരിയോടെ. എന്റെ പൊന്നു മോനെ, എന്തിനാ നീ ഇപ്പൊ ഇരുന്ന് ഈ ചിണുങ്ങുന്നത്? എന്തിനാ നീ ഇതിനൊക്കെ കൊണ്ടേ തലവെച്ച് കൊടുത്തത്? അതെ ഇനി പോയില്ലെങ്കിൽ പ്രശ്നാ. അവരെല്ലാരും കൂടെ ഇവിടെ വന്ന് പൊക്കിക്കൊണ്ട് പോവും. ഒപ്പിട്ട് കൊടുത്തായിരുന്നോ? ഒപ്പിട്ട് കൊടുത്തായിരുന്നു. ആ എന്നാ പെട്ടത് തന്നെയാ, പോയേ പറ്റൂ. ഭർത്താവിനെ കൊലക്ക് കൊടുത്തു നിന്ന് ചിരിക്കുന്നോ? അയ്യടി എന്റെ അർജുനേട്ടാ ഒന്ന് വേഗം ചെല്ല്, ഗർഭിണിയല്ലേ, അത്യാവശ്യം കാണും, അതാ വിളിച്ചേ. ആഹാ, ഗർഭിണിയാണെങ്കിൽ നീ അല്ലടി. എന്റെ മോനെ നീ അങ്ങോട്ടെങ്കിലും ഒളിച്ചോട്. അർജുനേട്ടാ ആ അവര് തന്നെയാ. ഹലോ, ആ അതെ അതെ, അർജുനേട്ടൻ ഇപ്പൊ വരും, റെഡി ആയിക്കൊണ്ടിരിക്കുക. ആ ശരി ശരി, വേഗം ഇറങ്ങാൻ പറയാം. ഓ വേഗം ഇറങ്ങാൻ. എവിടെ ഇറങ്ങാൻ? ബ്ലഡ് കൊടുക്കാം. അവൻ പോകുന്നില്ല. ഇനി പോകാതിരിക്കാൻ പറ്റത്തില്ല അമ്മേ. അവരെന്നെ പൊക്കും. എന്നാലും ഇത്രയും പെട്ടെന്ന് അവരെന്നെ കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ പോവാ. ഇത് എന്താണ് അർജുനേട്ടാ? ഈ രക്തദാനം എന്ന് പറയുന്നതേ മഹാകാര്യവാ. നിങ്ങൾ മരിക്കാനൊന്നും അല്ല അവിടെ പോകുന്ന, ഒരാളുടെ ജീവൻ രക്ഷിക്കാനാ. എന്തോ ഇത് കഷ്ടമാട്ടോ. ഭർത്താവിനെ കുരുത്തിക്ക് എടുത്തേച്ച് നിന്ന് പ്രസംഗിക്കുന്നോടി. എനിക്ക് ഇച്ചിരി വെള്ളം വേണം. വെള്ളം എടുത്ത് പറഞ്ഞേ. വെള്ളം എടുത്ത് കൊടുക്കാൻ എന്താ മലയാളത്തിലല്ലേ പറഞ്ഞേ? പിള്ളേരെ വിളി. അവസാനമായിട്ട് എനിക്ക് അവരെ ഒന്ന് കാണണം. മക്കളെ മക്കളെ വന്നേടാ. എന്താ ഡാഡി, ടൂറിന് പോകാനുള്ള കാശ് റെഡിയായോ? മക്കളിങ്ങ് വന്നേ. ടൂറിനല്ല, ഡാഡി പരലോകത്തോട്ട് പോവുക. എന്താ ഡാഡി പ്രശ്നം? നിന്റെ ഡാഡിയെ ഒരു ഗർഭിണിക്ക് ബ്ലഡ് കൊടുക്കാമോ എന്ന് ചോദിച്ചു വിളിച്ചിരുന്നു. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതിന്റെ പുകിലായി കാണുന്നേ. കഷ്ടം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ, കളിക്കുന്ന കളി കണ്ടില്ലേ? ഡാഡി ഡാഡി എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഡാഡി പോകായിരുന്നാ പോരെ? അവരൊന്നും പൊക്കിക്കൊണ്ട് പൊക്കോളൂ, പോകാതിരുന്ന. അതിനൊരു വഴിയുണ്ട്. ഡാഡി ഇവിടെ നിന്ന് ആരും കൊണ്ടുപോകത്തില്ല. അതിന് മദ്യപിച്ചാ മതി. മദ്യപിച്ചവന്റെ ബ്ലഡ് ആരും എടുക്കില്ല. അവര് വിളിക്കാണോ പറഞ്ഞേക്ക്, ഡാഡി മദ്യപിച്ചിരിക്കുവാന്ന്. ശരിയാ, എന്റെ മോനിച്ചിലെടുത്ത് കുടിക്ക്. കിടക്ക്. സ്റ്റോക്ക് ഉണ്ടോ? കൊള്ളാം, നല്ല ഫാമിലി. മോനെ കണ്ണ, ഇതിനുള്ള പ്രതിഫലം ഡാഡി പിന്നെ തരാം. തൽക്കാലം ഡാഡി പോയി 3 എണ്ണം അടിക്കട്ടെ. 3 വേണ്ട, 2 മതി. കഷ്ടം, പാവം ഗർഭിണി. നീയൊന്നും അല്ലല്ലോ ഗർഭിണി, പിന്നെന്താ എനക്ക്? എന്റെ മോനെ ഞാനേ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിയതാ.
ആ തലേ വെച്ച പേനരിക്കും, താഴെ വെച്ച ഉറുമ്പരിക്കും കൂടെ പറ അച്ഛപ്പൻ. ആ അങ്ങനെ തന്നെയാ വളർത്തിയത്. ആ മോനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആ ദേ അവര് വിളിക്കുന്നു. ആ ഫോണിൽ എന്തിനാ? ഹലോ, ആ അതെ, ഞാൻ അർജുനന്റെ മോനാ. അയ്യോ, പക്ഷെ ഡാഡി ഇപ്പൊ കുറച്ച് ഫിറ്റില്ല. 2 വീശായിരുന്നു. ആണോ? ആ പക്ഷെ ഡാഡിക്കൊരു കവിത എഴുതാനുണ്ടായിരുന്നു, അതാ. ആ ഞാൻ പറഞ്ഞേക്കാം. ആ ആയിക്കോട്ടെ. ആ അവര് പറയുക ഡാഡി പിന്നെ എടുത്തോളാം. ഇവിടെ ഉണ്ടൊരു അമ്മയും മോളും. സന്ധ്യയ്ക്ക് ഒരു അന്തിത്തിരി വെക്കാൻ പോലും പ്രയോജനമില്ല. ഓ എന്റെ അമ്മേ, പ്രാർത്ഥിക്കുന്ന സമയത്തെങ്കിലും ഒരു നല്ല മനസ്സോടെ പ്രാർത്ഥിക്ക്. അപ്പോഴേ മനസ്സിൽ ദുഷ്ടതയാ. ആ എന്റെ മനസ്സിന് ദുഷ്ടതയാടി. അതെടി. അതെ, രാത്രി വല്ലതും കഴിക്കണമെങ്കിൽ പോയി വല്ലതും ഉണ്ടാക്ക്. അപ്പൊ നീ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലയോ? ഇല്ല. എന്താ കണ്ടിരുന്നു? സ്വന്തം മോനോടെ ഛർദ്ദിച്ചിട്ടതേ കോലിന് ശേഷം എനിക്ക് എന്തൊരു മനം വരട്ടില്ല. ഒന്നും എനിക്ക് കഴിയുന്നില്ല. കുടിപ്പിച്ച ആളല്ലേ, ഒരു കളയാൻ മേലായിരുന്നോ? അയ്യോ, അവന് ഇനിയിപ്പോ ഇതൊരു പതിവാക്കൂടി. അങ്ങനെ എങ്ങനെ സംഭവിച്ചാ അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോവും. അതുവരെ കാത്തിരിക്കുന്ന എന്തിനാ? പൊക്കോ. ഈ പകല് വെള്ളം അടിച്ചാലേ തലവേദന വരുമെന്ന് ആൾക്കാർ വരുമെന്ന് പറയുന്നത്, അങ്ങനെ വരുമോ അമ്മേ? ഛീ, ഞാൻ പകല് വെള്ളം അടിച്ചിട്ടില്ലടാ. അല്ല പിന്നെ അല്ല വെള്ളം അടിച്ചിട്ടോ അല്ല, അങ്ങനെ ആൾക്കാർ പറയുന്നെങ്കിൽ ഞാൻ മുഖം കഴിയുമ്പോൾ എല്ലാം ക്ലിയർ ആയി മോനെ. അവരെപ്പോഴാ ഇനി വരുമെന്ന് അറിയത്തില്ലല്ലോ അമ്മ. അതുകൊണ്ട് ഞാനേ ഒരു പെഗ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നോക്കിക്കോ, ഇങ്ങനെ കുടിച്ച് ഓരോ അസുഖം വരുത്തി വെച്ചിട്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് രക്തം തരേണ്ട അവസ്ഥ എത്തും. നീ പൊടി. ഓ ഹനേ, ആരോഗ്യം. അല്ല, ഇത് എന്റെ വീടാ. കവി ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ. എന്താടാ? ആദ്യമായിട്ടാ ഒരാൾ എന്നെ കവിയെന്ന് വിളിക്കുന്നത്. ഇപ്പൊ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണല്ലേ? ഉച്ചയ്ക്ക് 2 എണ്ണം വീശിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ എന്ന് കഴിഞ്ഞപ്പോ എല്ലാം ഫ്രഷായി. ഇപ്പൊ പ്രശ്നമൊന്നും ഫ്രഷ് ആയില്ലേ? ഫ്രഷായി. കമലാസന വാ വാ. റെഡിയാണോ? ആ റെഡിയാ. നീ അല്ലേ എന്റെ മോളെ കൗൺസിലർ ആക്കാന്ന് പറഞ്ഞത്? അശ്യോ അമ്മേ, ഞാൻ അതൊക്കെ അങ്ങ് നിർത്തി. ഇപ്പൊ മാന്യമായിട്ട് ജീവിക്കുക. സാമൂഹ്യ പ്രവർത്തനമാണ് ഇപ്പൊ എന്റെ ജോലി. അമ്മ, ഇയാളാ ഈ സഹിർനായ ക്ലബിന്റെ സെക്രട്ടറി? അതെ അതെ. ഇദ്ദേഹത്തെ കൈയോടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിട്ട് വന്നാണ്. ഒരു ഗർഭിണി അവിടെ പ്രസവിക്കാൻ കിടക്കുക. നടക്ക്. വിടറാ, എന്റെ മോന്റെ കയ്യൊന്ന് വിടറാ. അമ്മ, ഇയാൾ എന്നെ തോപ്പിച്ചെന്നുള്ളതൊക്കെ ശരിയാ. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു പോട്ടെ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ചെല്ലു അർജുനേട്ടാ. ദേ, അത് മാന്യത. ഇത് കൊണ്ടൊന്നും ആയില്ല. ഈ ഗ്രാമം ഒരു സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാക്കി മാറ്റിയിട്ട് ഞാൻ അടങ്ങും. പിന്നെ അമ്മായിമ്മ മരുമോളും നിങ്ങളുടെ കണ്ണ് ദാനം ചെയ്യേണ്ടി വരും. അതിന്റെ ഫോമൊക്കെ ആയിട്ട് ഞാൻ നാളെ രാവിലെ വരാം. ഇപ്പൊ ഞങ്ങൾ എന്നാ അങ്ങോട്ട്. ശരി ശരി ഓ ശരി. അല്ല, മേളിലൊരെണ്ണം ഒഴിച്ചു വെച്ചിട്ടുണ്ട്, അത് പിടിച്ച്. അത് വന്നിട്ട് നമുക്ക് 2 പേർക്കൂടെ അടിക്കാം. അവിടെ ഒരു ഗർഭിണി പ്രസവിക്കാൻ കിടക്കുന്നു. അതിലും വലുതാണ് സ്കൂള്. നടക്ക്. അങ്ങനൊരു നല്ല കാര്യം ചെയ്തു. എടി, കണ്ണ് ദാനം ചെയ്ത അപ്പൊ നമുക്ക് കണ്ണുണ്ടായോ? എന്റെ അമ്മ, അതിന് ഇപ്പഴല്ലേ കൊടുക്കുന്ന, മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ കണ്ണ് ദാനം ചെയ്യുന്നേ. എടി, മരിച്ചു കഴിഞ്ഞാലും അങ്ങ് ചെല്ലുമ്പോഴേ സ്വർഗവും നരകവും തിരിച്ചറിയണ്ടായോ? അതിന് കണ്ണ് കാണണ്ടായോ? ഏയ്, ഞാനിതിനൊന്നും നിക്കത്തില്ല. ഇവന്മാർക്കൊന്നും വേറെ ജോലിയില്ല. എന്റെ കണ്ണ് ഞാൻ ആർക്കും കൊടുക്കാനൊന്നും തീരുമാനിച്ചില്ല. അല്ല അമ്മ, വേണ്ട 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 വേണ്ട, നീ ഒന്നും പറയണ്ട. പോവാ. കണ്ണിന് വന്നിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ വന്ന് ഞാൻ പെട്ടല്ലോ എന്റെ ഈശ്വര. നീ എന്നാലും കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഓ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയ ഡാഡി വരാത്തതിന്റെ ടെൻഷൻ ആയിരിക്കും. ഡാഡി വന്നാലെന്ത് വന്നില്ലേലെന്ത്, എനിക്ക് നാളെ ടൂറിന് പോകാൻ 2000 രൂപ വേണം. ഓ, അപ്പൊ അതാണ് പ്രശ്നം. ടൂറിന് പോകാൻ പൈസ തന്നില്ല. എന്തേ, ഭക്ഷണം വേണ്ടേ? എനിക്ക് വേണ്ട. ടൂറിന് പോകാൻ കാശ് കൊടുക്ക്, അപ്പൊ അവൾ ഒന്നിന്ന് കഴിക്കും. ആ, നിനക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട. പോത്ത് പോലെ വളർന്നു. മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ. അമ്മേ, ഭക്ഷണം കഴിക്കാൻ വാ. ചേട്ടാ, എവിടെയാ അമ്മേ? വേഗം വാ. വരുവാ. എനിക്ക് എന്റെ കണ്ണിന് മൊത്തം ഒരു മങ്ങല്. എന്തു പറ്റി അച്ഛമ്മേ? ആ, എന്താ തിമിരാണെന്നാ തോന്നുന്നത്. ഇത്ര പെട്ടെന്ന് എന്താ മക്കളെ ഈ അമല്? അമലോ? എന്താ ഇത്?
കാണാൻ വയ്യടി. ഇത്ര പെട്ടെന്ന് എന്ത് പറ്റിയമ്മേ? ആ എനിക്കും അറിയാൻ വയ്യ. കണ്ണിനെ ആകെ ഒരു മങ്ങല്. അയ്യോ എന്റെ മക്കളെ നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കുവടി? എനിക്കൊന്നും കാണാൻ വയ്യ. പൂർണ്ണമായിട്ട് വന്നേ അച്ഛമ്മേ. പൂർണ്ണമായിട്ട് പോയിട്ടില്ല, പകുതി കാണാം. പക്ഷെ ഒരു രാത്രി കൊണ്ട് പകുതി അങ്ങ് പോയില്ലയോ? ഇത് മുഴുവനും അങ്ങ് പോയാലോ? ഈ പൊട്ടക്കണ്ണ് ദാനം ചെയ്തിട്ട് അവർക്ക് ഒരു ഉപകാരവും ഇല്ല. അപ്പൊ അതാണ് കാര്യം, കണ്ണ് ദാനം ചെയ്യാതിരിക്കാനുള്ള തട്ടിപ്പ്. ആഹാ, നീ എന്നോട് എന്റെ കാര്യമൊക്കെ തീരുമാനിക്കുന്നത്? എന്റെ കണ്ണിന് കാഴ്ചയേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അച്ഛമ്മേ കാഴ്ച കുറഞ്ഞെന്നും പറഞ്ഞ് അവർ കണ്ണെടുക്കാതിരിക്കില്ല. ഇതുപോലത്തെ ഒരു കത്തി കൊണ്ട് അച്ഛമ്മയുടെ കണ്ണിങ്ങനെ കീറി ചുരണ്ടി നിർത്തടാ. ബ്ലഡ് കൊടുക്കാൻ പോയ ആളെത്തിയല്ലോ. ആ സ്ത്രീയുടെ സിസറിന് അല്പം വൈകി, നേരം വെളുത്തപ്പോഴാ സംഭവം നടന്നത്. അതാ ഞങ്ങൾ സ്വല്പം താമസിച്ചത്. സാരമില്ല. പിന്നെ 2 കുപ്പി ബ്ലഡാണ് ഈ ശരീരത്തിൽ നിന്ന് എടുത്തത്. എന്റെ ബ്ലഡ് മൊത്തം കുത്തിയെടുത്ത് ഇപ്പൊ എന്റെ ശരീരത്തിൽ ഓടുന്ന വെറും പച്ചവെള്ളാമോനോ. ആണല്ലേ, എന്നാ അവര് ചെലവ് ചെയ്തു, നല്ല ഹാപ്പിയാണ്. പിന്നെ ചെലവ് ചെയ്ത് ആ പഴുതാണ്ട് ഇത്രയും ഒരു ചെറിയൊരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് 6 മാസത്തേക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എഴുന്നേറ്റിട്ടും വലിയ കഥയൊന്നുമില്ല. അല്ല, നല്ല ക്ഷീണം ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നേ. അവശനായ ഇങ്ങേരെ ഞാൻ ദേ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് എന്റെ കർത്തവ്യം തീർന്നു എന്ന് നിങ്ങളാരും കരുതണ്ട. ദേ ഫോമെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിലേക്ക് ഒപ്പിട്ടിങ്ങി തന്നാ മതി. എന്ത് ഫോം? നേത്രദാനത്തിന്റെ സമ്മതപത്രമേ, നിങ്ങളും കൂടി ഇനി ഒപ്പിടാനുള്ളൂ. ഈ ഗ്രാമത്തിലെ മുഴുവൻ പേരെ കൊണ്ട് ഞാൻ ഒപ്പിടിപ്പിച്ചു. നിങ്ങളും കൂടി ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഗ്രാമം സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമായി മാറിക്കഴിയും. ഈ ഗ്രാമം ലോകത്തിന് തന്നെ ഒരു മാതൃകയായി മാറാൻ പോവുകയാണ്. അത് കലക്കി. ഞാൻ അതിന്റെ ഒപ്പിടാൻ എപ്പോഴും റെഡിയാ. ഷോ, നിങ്ങളെ പോലുള്ളവരാണ് ഈ നാടിന്റെ മാതൃക. നല്ല ക്ഷീണം, ഞാൻ 2 വിട്ടിട്ട് വരാം. എന്നാ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വരാം. ആയിക്കോട്ടെ, പോയി ഉറങ്ങിക്കോ. ഞാൻ അങ്ങോട്ട് വന്ന് ഒപ്പിടിപ്പിച്ചോളാം. പോയി കിടന്നോളൂ. മാഡം വരൂ. അർജുനേട്ടൻ പൊക്കോട്ടെ. എവിടെ ഒപ്പിടേണ്ട സഹോദര? ഈ കണ്ണിന്റെ താഴെ. ഏത് കണ്ണിന്റെ താഴെ? ഈ കണ്ണിന്റെ പടമില്ലേ, അതിന് തൊട്ട് താഴെ. കണ്ണിന്റെ പടം വരുന്നു. ഡൽഹിയിൽ നിന്ന് വന്ന കണ്ണിന്റെ പടം അതാ അങ്ങനെ ഇരിക്കുന്നത്. ഒരപ്പ് മതിയോ? മതി മതി മതി. അമ്മയ്ക്ക് എന്താ കണ്ണ് കാണിയല്ലേ? തിമിരവാണോ? എന്നാ ഇങ്ങോട്ട് വാ. ഇങ്ങ് വാ, ഞാൻ പറഞ്ഞുതരാം. സ്ട്രേറ്റ് സ്ട്രേറ്റ് സ്ട്രേറ്റ്, ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്, റൈറ്റ്. ആ റൈറ്റ് റൈറ്റ്. ഞാൻ എൻ്റെ ലെഫ്റ്റാ പറഞ്ഞത്. അങ്ങോട്ട് അത് സ്ട്രേറ്റ്, അതാണ് ശരി. അങ്ങോട്ട് കണ്ണ് തീരെ അങ്ങോട്ട് കാണാതെ വരുന്നുണ്ടോ? തീരെ കാണാൻ വരുന്നില്ല, കുറച്ച് കുറച്ചെന്ന് പറഞ്ഞ ഒരു മങ്ങൽ പോലെയൊക്കെ കാണാം. ഇതെന്നതാ? താമരപ്പൂ. താമരപ്പൂ. ഓക്കെ. ഇതോ? അത് ഉളക്കാം. വളക്കാം. ഓക്കെ. അപ്പൊ ഇതെന്നതാ? അയ്യോ 500 രൂപ. എന്നാ ഒപ്പിട്. കാശ് കാണുമ്പോഴേ ഏത് പൊട്ടക്കണ്ണിനെ കണ്ണൊന്നും മഞ്ഞളിക്കും. ഒപ്പിട് ഒപ്പിട്. ഞാൻ പേന എടുത്തോണ്ട് വരട്ടെ? ഈ പേനയ്ക്ക് എന്നാ കുഴപ്പം? അത് പറ്റത്തില്ല, എനിക്ക് ക്ഷമക്കലിന്റെ പേന അയച്ചാലേ പറ്റുള്ളൂ. ശരി, അമ്മയും മോനും ഒപ്പിടാതെ മുങ്ങാണല്ലേ? 2 പേരും മുങ്ങിയ ഞാൻ തോക്കിനി വെടിവെച്ച് താഴെയിട്ടിട്ടാണേലും ഒപ്പിടിപ്പിച്ചോണ്ടേ പോകൂ. സാരമില്ലെന്നേ, പേടിച്ചിട്ടാ അവർ 2 കൊണ്ട് ഒപ്പിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി ഇവർ 2 പേരും കൂടെ മാത്രമേ ഒപ്പിടാനുള്ളൂ. ഈ 2 പേരും കൂടെ ഒപ്പിട്ടാൽ നമ്മുടെ ഗ്രാമം സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമായി മാറും. കമലാസന ഇപ്പൊ പോ, ഞാൻ ഇതെല്ലാം ശരിയാക്കാന്ന്. എല്ലാം റെഡിയാക്കി വെച്ചോളാം. റെഡിയാക്കാം. ഓക്കെ ഓക്കെ. ശരി. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓ ഓ മതി മതി മതി, അങ്ങനെ പോയി ഓവറാക്കി നിർത്തിക്കും. നമുക്ക് ഇവിടെ വന്നാൽ ശരിയാകത്തില്ല, നമുക്ക് പോവാം. ഈ ഇവരുടെ സമ്പൂർണ്ണ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി. നമുക്ക് കോകയുടെ വെട്ടിപ്പാ. അയ്യോ അത് വേണ്ടമ്മേ, പിന്നെ നമുക്കൊരു ടൂറ് പോവാം. അയ്യേ, ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ടൂർ പോകാൻ എൻ്റെ കയ്യിൽ കാശുണ്ടോ? അല്ല, ഞാൻ നമ്മുടെ വളയൊക്കെ ഉണ്ടല്ലോ. ശരി, കണ്ണിനേക്കാളും വലുതല്ലല്ലോ വള. പോവാ. എടാ കണ്ണാ, വന്നേ. എടി മോളെ, നിനക്ക് ടൂറിന് പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? വാ. എടീ, നീ വരുന്നില്ലയോ? ഞാൻ വരുന്നില്ല. എന്താ കഷ്ടം, ഇങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്മാര്. അവളില്ല, നമ്മൾ മാത്രമായിട്ട് പോയാലെങ്ങനെ?
നിനക്കിപ്പോ കണ്ണാണോ വലുത് അവളാണോ വലുത്? രണ്ടും. രണ്ടുമോ? ഏതെങ്കിലും ഒന്ന് മതി. പോയി വണ്ടി എടുക്കടാ, പോടാ എല്ലാവർക്കും കൂടെ. മക്കള് പറ, നമ്മുടെ ഈ ടൂർ 1 മാസം വേണോ 1 ആഴ്ച വേണോ? ഒരാഴ്ച മതി അച്ഛമ്മേ, സ്കൂളിൽ പോണം. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഈ സമ്പൂർണ്ണ നേത്രദാന പ്രഖ്യാപനം എന്ന് കഴിയുന്നു അന്ന് നമുക്ക് തിരിച്ചു വരാം. അത് തന്നെ, അത് മതി, അതാ നല്ലത്. ഫോൺ വരുന്നു. ആ ഒതുക്ക് ഒതുക്ക് ഒതുക്ക്. നോക്ക്, ഞാൻ നോക്കട്ടെ. ഹലോ, എന്താടാ, എന്ത് പറ്റി? നമുക്ക് തിരിച്ചു പോവാമേ. എന്താ, ആരെന്ത് പറ്റി? മോനെ വിളിക്കാൻ ആക്സിഡന്റ് പറ്റിയെന്ന്. അയ്യോ, ആക്സിഡന്റോ? അവള് വീട്ടിൽ നിൽക്കുവായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാടാ ആക്സിഡന്റ്? അവള് റോഡിലോട്ട് ഇറങ്ങിയപ്പോ ഒരു ബൈക്ക് വന്ന് ഇടിച്ചെന്ന്. എവിടാന്നൊന്നും പറഞ്ഞില്ല. നമുക്ക് പോവാം. നമുക്ക് പോവാം, വീട്ടിലോട്ട് പോവാം. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുത്. എന്റെ ഗുരുവായൂരപ്പ, വേഗം വിട്, വേഗം വിട്, തിരിക്ക്. നമ്മളെ തട്ടിക്കൊണ്ടുപോയി ഒപ്പിടിക്കാൻ പറ്റുമോ? അയ്യോ, മോനെ വലിയ ബന്ധിയാക്കി വന്ന അമ്മ, എന്റെ സംശയം. അമ്മ അതെ, നമ്മുടെ മോഹനവല്ലി, മോഹനവല്ലിയോ? നമ്മുടെ അല്ല, നിങ്ങളുടെ മോഹനവല്ലി. പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. ഡോക്ടർ പറഞ്ഞു ചെറിയൊരു ഓപ്പറേഷൻ വേണം. അയ്യോ, എന്റെ പൊന്നു മോളെ, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. എവിടാ എന്റെ മോളെ? അല്ല, ഞങ്ങള് കരുതി തട്ടിപ്പാണെന്ന്. ഒരു കീറങ്ങ് വെച്ച് എന്നാ ഉണ്ടല്ലോ, ബ്ലഡ് പെട്ടെന്ന് കിട്ടിയില്ല, അപകടമാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്റെ ദൈവമേ, എന്തെങ്കിലും ഒന്ന് ചെയ്യടാ, മുഴുകിയ പോലെ നിൽക്കാതെ. എന്താ നീ നോക്കുന്നേ? എന്തേലും ഒന്ന് ചെയ്യ്. കുന്തം മെഴുകിയ പോലെ നിൽക്കുന്ന എന്താടാ? പോയി എന്റെ ഊറ്റി കൊടുക്കടാ. ഞങ്ങളുടെ ബ്ലഡ് അമ്മ ചേരത്തില്ല. നീ അങ്ങോട്ട് പോയേ. ബ്ലഡ് ചേരത്തില്ലെന്നും പറഞ്ഞ് എന്റെ കുഞ്ഞിനെ. എന്റെ അമ്മ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് അപകടം പറ്റിയെന്ന് കേട്ടപ്പോ അമ്മയ്ക്ക് വേദനിച്ചല്ലേ? അതുപോലെ തന്നെ അപകടം പറ്റി കിടക്കുന്നവരുടെ ബന്ധുക്കളും അവരെന്തുമാത്രം വേദനിക്കുന്നുള്ളതേ നമുക്ക് സ്വയം അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്റെ അമ്മയ്ക്ക് അറിയാമല്ലേ എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചെന്ന്. ചോര ഒരുപാട് പോയിട്ടില്ലേ? അതുപോലെ എന്റെ അനിയത്തി മോഹിത, അവളുടെ കണ്ണുകൾ എവിടുന്നാ? ആരോ ദാനം ചെയ്തതല്ലേ? ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്തിനാ അമ്മേ? എന്തോ എടുക്കടാ സമ്മതപത്രം. ഞാൻ എന്റെ കണ്ണ് ദാനം ചെയ്യാൻ പോവാ. കൊണ്ടുവരാ അവിടെ, ഞാൻ ഒപ്പിട്ട് തരാം. വേണമെങ്കിലേ ഇപ്പൊ തന്നെ എന്റെ കണ്ണൂടെ അങ്ങ് എടുത്തോ. അത് വേണ്ട, അത് സമയമാകുമ്പോ ഞങ്ങൾ എടുത്തോളാം. എന്റെ മോടെ മനസ്സിൽ ഓർത്തിട്ടേ എനിക്ക് അങ്ങ് അഭിമാനം കൊള്ളുന്നു മോളെ. എന്റെ അമ്മ ചെയ്ത കാര്യം ഓർത്തിട്ട് എനിക്കങ്ങ് സന്തോഷമാ. ആ പാവം ഡാഡി വന്നിട്ട് എന്തുണ്ടാക്കാനോ? കോട്ടയം ഭാഷ ഒന്ന് കലർന്നു. സോറി. അപ്പൊ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറഞ്ഞിട്ട്? അത് ചുമ്മാ ഇരിക്കുമ്പോ നല്ല ആരോഗ്യമാ. നിങ്ങളുടെ ബ്ലഡ് അമ്മ ചേരത്തില്ല. നീ അങ്ങോട്ട് പോയേ. ബ്ലഡ് ചേരത്തില്ലെന്നും പറഞ്ഞ എന്റെ കുഞ്ഞിനെ നേരെ കളിക്കുന്നു.